പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ജൂലൈ 1-ാം തീയതി ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താൽ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ റോജൻ എന്നും പറഞ്ഞൊരു മകൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. റോജനെയൊക്കെ പ്രശ്നിച്ച റോജന് വീട് നല്ല വീടൊക്കെയാണ്, പക്ഷെ സ്ഥലം കുറവാണ് അവിടെ. അപ്പം അവിടെ എന്നും ഒരു തിക്കുമുട്ടലും ഉണ്ട് വീട്ടിൽ വരുമ്പോൾ അവർക്ക് അപ്പോൾ ഒരു പുതിയ വീട് വെച്ചപ്പോൾ വീടിൻ്റെ സ്ഥലം ഒതുങ്ങി. അപ്പോൾ വീടിൻ്റെ വെയിലിൻ്റെ പുറത്ത് ഒരു വഴിയുണ്ട്, ഉപയോഗിക്കാത്ത വഴിയാണ്. അപ്പം അതിൽ നിന്ന് അത് ഒരു സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഇവർക്ക് കുറച്ചുകൂടി സൗകര്യം ഉണ്ടാകും. പക്ഷേ ചോദിച്ചാൽ തരുമോ എന്നറിയത്തില്ല. ചില ആൾക്കാർ നമ്മൾ ആവശ്യം പറഞ്ഞു തന്നാൽ പിന്നെ അവർ ലോകത്തില്ലാത്ത വിലയൊക്കെ പറയത്തില്ലേ, എന്ന് ഞങ്ങളത് കൊടുക്കാൻ ഉദ്ദേശിക്കണില്ലെന്ന് പറയും. 12 കൊല്ലം നമ്മൾ നടത്തും. അവർക്കൊരാവശ്യം ഉണ്ടാകത്തില്ല ചിലപ്പോൾ. ഒരു ഭാരപ്പെട്ട നാട്ടിൽ നടപ്പുള്ള വിലയാണെങ്കിൽ കൊടുത്ത് കാശ് മേടിക്കണമല്ല. പക്ഷേ ഇവരങ്ങനെ അവർക്ക് കാശ് ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്കത് തരാതിരിക്കണം. എന്തെങ്കിലുമൊക്കെ ഏടാകൂടങ്ങളുണ്ടാവില്ല. അപ്പോൾ ഈ ഏടാകൂടങ്ങൾ കുറേ ഉള്ളത് കാരണം ഏറ്റവും വലിയ ഏടാകൂടം അതൊന്നുമല്ല. ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ ഒരാൾ മരിച്ച്, ആ കുടുംബം മരിച്ചു. അപ്പം അത് 3 മാസം ആയുള്ളൂ. 3 മാസമായി. അപ്പോൾ ഇവർക്ക് റോജനെയൊക്കെ ചോദിക്കാൻ ഒരു റിലക്റ്റൻസി, ഇങ്ങനെയുള്ള കണ്ടീഷൻ ചോദിക്കണോ. ഇപ്പോൾ നമ്മൾ ചോദിച്ചില്ല, അവർ വേറെ ആർക്കെങ്കിലും സ്ഥലം വിറ്റുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ചോദിക്കണ്ടേ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് അവസാനം ഇവർ 3 അമ്മയും ഭാര്യയും റോജനും സെപ്പറേറ്റ് ഉടമ്പടിയിലാണ്. ഒരു കുടുംബത്തിൽ തന്നെ 3 ഉടമ്പടിയാണ്. അപ്പോൾ അവർ അവസാനം പരിശുദ്ധാത്മാവ് നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ച് ചോദിക്കണത് വിഷമമുണ്ട്, ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളെ വിഷമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ വീട് വെച്ചപ്പോൾ ഒതുങ്ങിപ്പോയ സ്ഥലത്തകത്ത് പെരുമാറാൻ സ്ഥലമില്ല, ഞങ്ങൾക്കൊരു സെൻറ്റ് സ്ഥലം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരോടത്ത് എന്തെങ്കിലും ഒരു കൊല്ലം കഴിഞ്ഞ് തരാമെന്നവരൊക്കെ പറയുമെന്ന് വിചാരിച്ചത്. പക്ഷെ അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ആൾക്കാരാണ് വീട്ടുകാർ. പറഞ്ഞ് അതെന്താ, കുറച്ച് പണിയുണ്ടത്, വീട്ടുകാരൻ്റെ പുരയിടത്തു നിന്ന് പേരിൽ നിന്ന് എൻ്റെ പേരിലോട്ട് മാറ്റണം, എൻ്റെയും പിള്ളേരുടെയും പേരിലോട്ട് മാറ്റിയാൽ തരുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വില നിശ്ചയിച്ച്. പക്ഷെ അത് 1 മാസത്തിനുള്ളിൽ ആ സംഭവമില്ലെന്ന് പറഞ്ഞു. റോജൻ്റെ ഈ സാക്ഷ്യം കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു സംഭവം, നമ്മൾ ഈ അപേക്ഷയൊക്കെ പൂരിപ്പിക്കത്തില്ലേ. അപ്പോൾ നമ്മൾ ബാങ്കിൽ അപേക്ഷയൊക്കെ പൂരിപ്പിക്കണം, വേറെ എന്തൊക്കെയല്ല ഇൻ്റർവ്യൂവിൻ്റെ അപേക്ഷയൊക്കെ പൂരിപ്പിക്കണം. താഴെ ഒരു സെക്ഷൻ ഉണ്ടായി, ഫോർ ഓഫീസ് യൂസ് ഒള്ളി അല്ലേ, ഫോർ ഓഫീസ് യൂസ് ഒള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫീസിൻ്റെ കൺകറൻസ്, അത് അപേക്ഷ വെരിഫൈ ചെയ്ത് അതിനെ റെക്കമെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമാർക്ക് എഴുതി മാറ്റുകയോ ചെയ്തിട്ട് ഓഫീസ് സീൽ വെക്കേണ്ട സ്ഥലമാണ്. ഫയലിലേക്ക് പോകണമെങ്കിൽ ഓഫീസ് ഒപ്പും വേണം, മാനേജറുടെ ഒപ്പും വേണം, ഓഫീസിൻ്റെ സീലും വേണം. അതിന് വേണ്ട ചില അണ്ണന്മാർ അതൊന്നും അറിയാതെ അവിടെ കയറി എഴുതും. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ചിലത് ദൈവം തന്നെ ചെയ്യേണ്ടതാണ്, അവിടെ ഓഫീസ് യൂസ് ഉള്ളിയാണ്. ദൈവം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്താൽ ശരിയാകത്തില്ല. നമ്മൾ ചെയ്താൽ അത് ക്യാൻസലാകും മിക്കവാറും. ഈ അറിയാൻ പാടില്ലാത്തൊരു കാര്യം ഓഫീസിൻ്റെ പേപ്പറൊക്കെ കയറി കുറേ പേരൊക്കെ എഴുതി നമ്മൾ സ്വന്തം കാര്യമൊക്കെ എഴുതി വെക്കണില്ലേ, അതുപോലെ വരും. അപ്പം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ദൈവം തന്നെ ചെയ്യേണ്ടത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവത്തെ കൊണ്ട് അത് ചെയ്യിക്കണം. അതിനെന്ത് ചെയ്യണം? ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യാൻ, ഇപ്പോൾ ബൈബിൾ പറയത്തില്ലേ, ഇവൻ ഇത് ചെയ്തു കൊടുക്കാൻ ഇവൻ അർഹനാണ്. ആ വചനം എടുത്തേ, ലുക്ക 7:4. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന്, അത് യഹൂദ പ്രമാണികളാണ് കേട്ടോ. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണ് അപേക്ഷിച്ച് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. അതാണ് വിഷയം, അവൻ അർഹനാണ്.
അപ്പം നമ്മൾ ഈ 4 ഓഫീസേഴ്സ് ഉള്ളെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് ദൈവം ചെയ്യാനുള്ള ദൈവം ചെയ്തോളൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് ദൈവം അത് ചെയ്തു തരാൻ, ആ ഓഫീസിലെ വർക്ക് കൺകറൻസ് ചെയ്തു തരാൻ, സീൽ ചെയ്തു തരാൻ, സൈൻ ചെയ്തു തരാൻ നമ്മൾ തന്നെ ദൈവദൃശ്യനെ അർഹരാക്കേണ്ടതുണ്ട്.